ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഈസ്റ്റേൺ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ഷെർപ്പകളെപ്പറ്റി അറിയില്ലേ? മൗണ്ടനറിംഗ് എക്സ്പെഡിഷന്റെ നട്ടെല്ലാണിവർ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ രണ്ടുപേരിൽ ഒരാൾ ഒരു ഷെർപ്പയായിരുന്നു. പർവ്വത പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ പ്രവചനാതീതമായ വെതർ പാറ്റേൺസിനെ പറ്റിയുമുള്ള അഗാധമായ അറിവും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിക്കാൻ പോന്ന ശാരീരിക വൈദഗ്ധ്യം മൂലവും ഇവർ ഗൈഡ്സ്, പോർട്ടേഴ്സ്, സപ്പോർട്ട് പേഴ്സണൽ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. എന്തുകൊണ്ടാകാം ലോ ഓക്സിജൻ എൻവയോൺമെന്റിൽ മറ്റു ഉപകരണങ്ങളുടെ സഹായങ്ങളില്ലാതെ ഇവർക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയുന്നത്? ഇതിന് സഹായിക്കുന്നത് ഇവരുടെ DNA-യിലെ EPAS1, EGLN1 തുടങ്ങിയ ജീൻ വേരിയൻസ് ആണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ പൊതുവെ കുറവായതിനാൽ അവിടെ വിനോദസഞ്ചാരത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പല ആളുകളുടെയും ശരീരത്തിൽ കൃത്യമായി ഓക്സിജൻ ലഭിക്കാറില്ല. ഈ അവസ്ഥയെ ഹൈപ്പോക്സിയ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് നിലനിർത്തുവാൻ പോകുന്ന പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ജനറ്റിക് പാത്വേസ് നമ്മുടെ ശരീരത്തിൽ ഇൻബിൽറ്റ് ആണ്. ഈ പാത്വേസിന്റെ എഫിഷ്യൻസി ഓരോ മനുഷ്യന്റെയും ജീനുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേരി ചെയ്യും. സാധാരണ മനുഷ്യർ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുന്ന സമയം അവരുടെ ശരീരത്തിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങും. ഇവിടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറവായതിനാൽ ശ്വാസകോശത്തിനുള്ളിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാകാനും അത് ഹൈപ്പർ പൾമണറി ടെൻഷൻ ഉണ്ടാക്കാനും കാരണമാകും. ഇവിടെയാണ് നൈട്രിക് ഓക്സൈഡ് പാത്വേയുടെ ഇടപെടൽ. നൈട്രിക് ഓക്സൈഡ് നല്ലൊരു വാസോഡൈലേറ്റർ ആയതുകൊണ്ട് ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ കൂട്ടി കുറച്ചു നേരത്തേക്ക് ഈ ഹൈപ്പർ ടെൻഷന് ഒരു പരിഹാരം കാണാൻ കഴിയും. ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷർ വളരെ താഴേക്ക് പോകുവാൻ തുടങ്ങും. ഇത്തരത്തിൽ താരതമ്യേന ഓക്സിജൻ കുറവായ എൻവയോൺമെന്റിൽ കൃത്യമായ അളവിൽ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് തടസ്സം നേരിടും. ഇത്തരത്തിൽ ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്നതിനാൽ ഡിസിനസ്, ഹെഡേക്ക് തുടങ്ങിയ ലക്ഷണങ്ങളും, മസിലിലേക്ക് ഓക്സിജൻ എത്താത്തതുകൊണ്ട് എനർജി പ്രൊഡക്ഷൻ കുറയുകയും കുറച്ച് ഓക്സിജൻ ലഭ്യമായതിനാൽ തന്നെ അതിനനുസരിച്ച് ശരീരം ബ്രീത്തിംഗ് റേറ്റ് കൂട്ടുന്നതും ക്രോണിക് മൗണ്ടെയിൻ സിക്നസ് എന്ന മെഡിക്കൽ കണ്ടീഷനിലേക്ക് വഴിയൊരുക്കും. സാധാരണ മനുഷ്യരിൽ ഹൈപ്പോക്സിയ എന്ന ഈ അവസ്ഥയെ മറികടക്കുന്നത് എരിത്രോപോയസിസിലൂടെ ബ്ലഡ് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടിയും കൂടുതൽ ബ്ലഡ് വെസൽസ് ശരീരത്തിനുള്ളിൽ ഉണ്ടാക്കിയുമാണ്. ഹൈപ്പോക്സിയ ഇൻഡ്യൂസിബിൾ ഫാക്ടർ പാത്വേയിലെ EPSA1, EGLN1 തുടങ്ങിയ ജീനുകൾ ലോ ഓക്സിജൻ എൻവയോൺമെന്റിൽ സെൻസിറ്റീവ് ആയതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ എക്സസീവ് എരിത്രോപോയസിസിലൂടെ ബ്ലഡ് വിസ്കോസിറ്റി കൂടാനും പോളിസൈത്തീമിയ എന്ന മെഡിക്കൽ കണ്ടീഷനിലേക്ക് ശരീരം കടക്കുന്നതിനും ഇത് കാരണമാകും. ഇങ്ങനെ ബ്ലഡ് തിക്കറായി കഴിഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റത്തിന് കൃത്യമായി ബ്ലഡ് പമ്പ് ചെയ്യുവാൻ കഴിയുകയില്ല. എവറസ്റ്റ് പോലെയുള്ള കൊടുമുടികളിൽ പ്രതീക്ഷിക്കാതെയുള്ള ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും മൗണ്ടനേറിങ്ങിനെ ശ്രമകരമായ ഒരു വിനോദമാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ അപകട സാഹചര്യങ്ങൾ കൂടുതലുള്ളതിനാൽ ഇവിടെ ലോ ഓക്സിജൻ എൻവയോൺമെന്റിൽ ജീവിക്കുവാൻ പരിശീലിച്ചവർക്ക് വിജയകരമായി മൗണ്ടനേറിംഗ് പൂർത്തിയാക്കി ജീവനോടെ ഇറങ്ങാൻ സാധിക്കും. ലങ് കപ്പാസിറ്റി കൂട്ടാനും ഓക്സിജൻ യൂട്ടിലൈസേഷനും കാർഡിയോവസ്കുലർ ഫിറ്റ്നസിനുമൊക്കെയായി കാർഡിയക് ട്രെയിനിങ്, റെസിസ്റ്റന്റ് ട്രെയിനിങ്, ഹൈപ്പോക്സിക് ട്രെയിനിങ് തുടങ്ങിയ ഒട്ടനവധി വ്യായാമങ്ങൾക്ക് ശേഷമാകും ഒട്ടുമിക്ക ആളുകളും ഈ ദൗത്യത്തിനിറങ്ങുക. എന്നാൽ ആശ്ചര്യമെന്ന് പറയട്ടെ, ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ലോ ഓക്സിജൻ ക്ലൈമറ്റിൽ എഫിഷ്യന്റായി ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് ശരീരത്തിൽ നോർമോക്സിയ മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയും. ഇതിന് കാരണം ഇവർക്ക് ഹയർ ലങ് കപ്പാസിറ്റിയും വലിയ ശ്വാസകോശവും എഫിഷ്യന്റ് മൈറ്റോകോൺട്രിയയും ഉള്ളതിനാലാണ്. അതുകൊണ്ട് തന്നെ നോർമോക്സിയ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നൈട്രിക് ഓക്സൈഡ് പാത്വേ, HIF പാത്വേ തുടങ്ങിയ പാത്വേസിന്റെ സഹായം ഇവർക്ക് ആവശ്യമില്ല. ഇവരുടെ ജീൻ വേരിയൻസ് ലോ ഓക്സിജൻ എൻവയോൺമെന്റിൽ സെൻസിറ്റീവ് അല്ലാത്തതിനാൽ ഈ പാത്വേസ് ഒക്കെ തന്നെ വളരെ എഫിഷ്യന്റായി യൂട്ടിലൈസ് ചെയ്യുവാൻ ഇവർക്ക് കഴിയും. ഈ ജീൻ വേരിയൻസ് അൽത്തായി മലനിരകളിൽ ജീവിച്ചിരുന്ന പൂർവിക മനുഷ്യരായ ഡെനിസോവൻസിൽ നിന്നാണ് ആധുനിക മനുഷ്യർക്ക് ലഭിച്ചതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ജീൻ വേരിയൻസ് മൂലമാണ് സമുദ്രനിരപ്പിൽ നിന്നും 8849 മീറ്റർ മുകളിലും മനുഷ്യന് ഈസിയായി ജീവിച്ചു പോകാൻ കഴിയുന്നത്. മറ്റുള്ള ലോ ലാൻഡേഴ്സിനെ അപേക്ഷിച്ച് ലാക്ടേറ്റ്, ഡീഹൈഡ്രോജനേസ് A തുടങ്ങിയ ഗ്ലൈക്കോലിറ്റിക് എൻസൈമുകളുടെ വളരെ വലിയ ആക്ടിവിറ്റി ഷെർപ്പകളിൽ ഉള്ളതിനാൽ തന്നെ അനൈറോബിക് ഗ്ലൈക്കോളിസിസിലൂടെ ഓക്സിജന്റെ ആവശ്യമില്ലാതെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ഇവർക്കാകും. ഓക്സിജൻ ശരീരത്തിന് അത്യാവശ്യമെന്നിരിക്കെ കുറച്ച് ഓക്സിജൻ എഫിഷ്യന്റായി ഉപയോഗിച്ച് ശരീരത്തിന്റെ എല്ലാ ഓർഗൻസിനെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നത് ഒരു സൂപ്പർ പവർ തന്നെയല്ലേ?